വളരെ വിഷമത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ അധികാരികളെല്ലാം ചേർന്ന് നമ്മുടെ നാട്ടിൽ ഒരു കുളം നിർമ്മിച്ചു. കുളം നിർമ്മിച്ച കാലത്തെ ഇവിടെ മൊത്തം ചെളിയും കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്ന് ഇവിടെ നമുക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നിങ്ങൾ തന്നെ നോക്കി നോക്കും, കുറച്ചു കാലമായി നമ്മുടെ കുളത്തിൽ നമ്മൾ കുളിക്കാൻ വരുമ്പോൾ കാണുന്നത് ഇതുപോലുള്ള സാനിറ്ററി പാഡും വീട്ടു മാലിന്യങ്ങളും അഴുക്കും വേണ്ടാത്ത പ്ലാസ്റ്റിക് കുപ്പികളുമൊക്കെയാണ് കേട്ടോ. കുളത്തിൻ്റെ 4 സൈഡും പുല്ല് വളർന്ന് ഒരുമാതിരി കാട് പോലെയാണ് നിൽക്കുന്നത്. ഒരു സമയത്ത് കണ്ണീര് പോലെ തെളിഞ്ഞു കിടന്ന വെള്ളമാണ് കേട്ടോ. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇതുപോലെ വളരെ മനോഹരമായി കിടന്ന കുളമാണ് ഇന്ന് ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. നമ്മളെ കൊണ്ട് വൃത്തിയാക്കാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഈ കുളം വൃത്തിയാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോലെ ഒരു 4-5 പിള്ളേർ ചേർന്നാൽ ഇവിടെ ഒന്നും ആകാൻ പോകുന്നില്ല. അതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ കിട്ടിയേ പറ്റൂ. ഒരു കുളത്തെ നശിപ്പിക്കാനും അതിനെ ഇല്ലാണ്ടാക്കാനും വേണ്ടി ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരും. അതേ സമയത്ത് ഇതുപോലൊരു കുളത്തെ പുനർനിർമ്മിക്കാനായിട്ട് ആരും മുന്നോട്ട് വരത്തില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. എൻ്റെ നാടായ കുളത്തിൻ്റെ ഗതി ഇതാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ കുളത്തിൻ്റെ അവസ്ഥ ഇതിനും ദയനീയമാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചേ പറ്റൂ. വരും തലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഒരു കുളം വേണമല്ലോ. അപ്പോൾ അവരും നമ്മളെപ്പോലെ ഇങ്ങനെ നീന്തി പഠിക്കണ്ടേ? അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. ഈ കുളത്തിൻ്റെ വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥ മാറ്റാൻ വേണ്ടി നമുക്കിനി ഒരു കാര്യമേ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ആക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നവരേക്ക് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരൊറ്റ ഷെയർ മതി ഗൈസ്, നമ്മുടെ ഈ കുളം അടിപൊളിയാവും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.